അവസാനം ഞാനൊരു ജിമ്മിൽ ചേരാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. കാരണം എന്താ പറയുക, നമുക്ക് നമ്മളെ പേഴ്സണൽ ലൈഫിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ സോഷ്യൽ മീഡിയ ലൈഫിനും പ്രൊഫഷണൽ ലൈഫിനും ഇമ്പോർട്ടൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ആരോഗ്യത്തോടെ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ ആരോഗ്യം നോക്കിയിട്ട് എന്താ കാര്യം? സമയമല്ല എന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെട്ട് ലാസ്റ്റ് ഞാൻ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി. കാരണം എനിക്ക് മിക്കവാറും നൈറ്റ് ഡ്യൂട്ടികളൊക്കെ ആയതുകൊണ്ട് എനിക്ക് രാവിലെയാണ് സമയം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എം ജിമ്മിലാണ് ഇപ്പോൾ ഞാൻ ചേരാൻ പോകുന്നത്. എം ജിമ്മിൽ ഞാൻ മുമ്പ് വന്ന് വീഡിയോ ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ രാവിലെ ഉണ്ട്, അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ടാണ് എനിക്ക് മറ്റ് പല ജിമ്മുകളിലും പോകാതെ ഇവിടെ തന്നെ സെലക്ട് ചെയ്തത്. കാരണം നമ്മളൊരു സമയമാണല്ലോ, നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ പോകാമെന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് തിങ് ജീവിതത്തിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ പലരും ഞാൻ എൻ്റെ എക്സസൈസ് വീഡിയോകളൊക്കെ കണ്ട് ഒരുപാട് പരിഹസിക്കാറുണ്ട്. അപ്പം അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ഒരു മെൻറ്റർ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് തോന്നി. ഗുരുവിനോട് പറയാതെ ഇവിടെ ഒന്ന് അഡ്മിഷൻ എടുത്ത് ചേരാമെന്ന് വിചാരിച്ചായിരുന്നു. ഇവിടെ വന്നപ്പോൾ നിങ്ങളിവിടെ ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ എന്താ വെച്ചാൽ മനപ്പൊരുത്തം ഓക്കെയാണ്. ഇവിടെ ഉണ്ടാവില്ല എന്നും പറഞ്ഞു ആരോ. അല്ല, ഞാൻ ഉണ്ടാവില്ലേ. അല്ലെ, പഠിക്കല്ലാതെ രക്ഷയില്ല. നമ്മൾ വെറുതെ സ്വന്തം പഠിച്ചാലൊന്നും ശരിയാവില്ല. നമ്മളെ മെമ്പർഷിപ്പ് ഇവിടെ എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നത് ക്രോസ് ട്രെയിനറാണ്. ഈ ക്രോസ് ട്രെയിനിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ത്രെഡ്മിൽ ചെയ്യുമ്പോൾ അത് ലോവർ ബോഡി മാത്രമാണ് അതിൽ കൂടുതലായിട്ട് പിന്നെ ആക്റ്റീവ് ആകാം. പക്ഷേ ഇതിൽ ഫുൾ ബോഡിയാണ്. കാരണം നമ്മൾ കംപ്ലീറ്റ് ഫുൾ ബോഡിയാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കാർഡിയോയിൽ കാലറി ബേൺ ആകുന്ന ഒരു മെഷീനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. മുമ്പോട്ട് മുട്ട് വളയാൻ പാടില്ല അല്ലേ? മടമ്പ് അവിടെ ഫിക്സ് ആയി. അങ്ങനെ ഇത് നമുക്ക് സ്പീഡ് കൂട്ടുകയും ചെയ്യാം അങ്ങനെ അല്ലേ? ഇതിലിപ്പോൾ എല്ലാം വർക്കാവും അല്ലേ? ഫുൾ ബോഡി. പോകുന്ന റെക്കമെൻഡ് ബൈക്കാണ്. റെക്കമെൻഡ് ബൈക്ക് എന്ന് പറഞ്ഞാൽ ബാക്ക് സപ്പോർട്ടോട് കൂടിയുള്ള സൈക്കിളാണ്. അപ്പോൾ ഈ സൈക്കിൾ ചെയ്യുന്നതിനുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മളെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ബിഗ്ഗർ മസിൽ ഗ്രൂപ്പാണ് ക്വാഡ്രിസെപ്സ്. അപ്പോൾ ഈ ക്വാഡ്രിസെപ്സ് മസിൽ ഗ്രൂപ്പ് സ്ട്രെങ്തൻ ആവും. അതുകൊണ്ട് നമ്മൾ മുട്ടുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വരാതെ നോക്കാനും, എന്നാൽ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമ്മളെ താങ്ങി നിർത്തുന്നതാണ് നമ്മളെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വീടിൻ്റെ തറ എന്ന് പറയുന്നപ്പോൾ ഏറ്റവും സ്ട്രോങ് നമ്മളെ കാലാണല്ലോ ആവേണ്ടത്. കാല് സ്ട്രോങ് ആകുന്നതോടുകൂടി നമുക്ക് നമ്മളെ ബോഡി ഒരു വെയ്റ്റ്ലെസ് ആയിട്ട് ഒരു പൂമ്പാറ്റയെ പോലെ നമുക്കൊരു ഫീൽ വരും. അപ്പോൾ അതിനുള്ള റെക്കമെൻഡ് സൈക്കിളിലേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആരോഗ്യത്തിൻ്റെ തീരങ്ങളുടെ പോലെ പാറി നടക്കാനുള്ള ഒരു അവസരം. ഏതായാലും ഞാനിപ്പോൾ പൂമ്പാറ്റയെ പോലെ പാറി നടക്കുകയാണ്. ഇതിലൂടെ ഒരു സമാധാനം ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ കേട്ടോ. ബോഡിയിൽ നിന്ന് ഇങ്ങനെ ഇതൊക്കെ സ്വെറ്റിംഗ് ഒക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിൽ 3 വർക്കൗട്ട് ചെയ്യാന്നാ പറഞ്ഞേ നോളല്ലേ അല്ലേ? പ്ലാങ്ക് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡേ ഇപ്പം തന്നെ കുറച്ചൊക്കെ വയറിങ്ങനെ ഓക്കെ. എങ്ങനെ വി ഷേപ്പിൽ വളയണം ഇങ്ങനെ അല്ലേ? എത്ര? ഓക്കെ, നമ്മൾ ബോഡി കറക്റ്റ് ഈ ലെവലിൽ വെക്കുക. ഹെഡ് ഈ ലെവൽ ഹോൾഡ് ചെയ്യുക. ഒരു 60 മിനിറ്റ്. നമ്മളോട് മാക്സിമം എത്ര കഴിയാന്നുള്ളതാണ്. നമ്മൾ വാപ്സിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കാൻ ടെസ്റ്റ് ചെയ്യുന്നത് ഈ വർക്കൗട്ടാണ്. റിവേഴ്സ് പ്ലാങ്ക് കിടക്കുക, കൈ രണ്ടും നേരെ വെക്കുക. ജസ്റ്റ് കാലിൻ്റെ ലെഗിൻ്റെ ഹീൽസിൽ വരിക. ജസ്റ്റ് ഹിപ്പ് അപ്പ് ചെയ്യുക, മാക്സിമം അപ്പ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക. ഇത് 2 മിനിറ്റ്സ് ഹോൾഡ് ചെയ്യുക.
ഓക്കെ. ഇങ്ങനെ ഇരിക്കാം. വൻ്റെ ആ അങ്ങനെ. 7 ഇതിൽ നമ്മൾ സക്സസ്ഫുൾ ആണല്ലേ? ഓക്കെ. ഇങ്ങനെയൊക്കെ ഇവിടെ മൈക്ക് വെച്ചോ, മൈക്ക്. 5, 6, 7, 8, 9, 10. ഓക്കെ. സെയിം തന്നെ ബാക്കോട്ട് പോവുക, അപ്പർ ബോഡി ഡൗൺ ചെയ്യുക. 1, 2, 3, 4, 5, 6. മള്ളനെ പിടിക്കുക. കൈ ജസ്റ്റ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഈ കൈ ആദ്യം ഇവിടെ അല്ലായിരുന്നു, ഇത് രണ്ടോളം മാറ്റിയത്. ഇപ്പോൾ പിടുത്തം തന്നെ അങ്ങനല്ല. 4, 5, 6, 7, 8, 9, 10. ഓക്കെ. ഇനി ഒരു ലെഗിനടുത്ത് പുറത്തേക്ക് വെക്കുക. ആ എന്നിട്ട് ഇതാണ് പൊസിഷൻ. ഇതിനടുത്തിട്ട് ഇവിടെ വെക്കുക. ആ ഇനി നീ ബെൻഡ് ആവാതെ മാക്സിമം ബാക്കോട്ടേക്ക് പോവുക. 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 9, 10. ഓക്കെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ചേഞ്ച് ചെയ്യാം. 4, 5, 6, 7, 8, 9, 10. 4. നോക്കിയാൽ 20 സ്കോട്ട്. 4, 5, 6, 7, 8. സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് ചെയ്യുന്നത് അല്ലേ? ഞാനിങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ വെറുതെ കളിച്ചുകൊണ്ടും കുറച്ച് ഫലമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ റിസൾട്ട്. ഇവിടെ വെക്കുക. മാക്സിമം ബാക്കോട്ട് വരിക. എന്നിട്ട് മാക്സിമം 1. നമ്മൾ ഈ എൻ്റെ ജിമ്മിലെ ഫസ്റ്റ് ഡേ അങ്ങനെ പൂർത്തീകരിച്ചിരിക്കുകയാണോ?